ഇന്ന് അത്ഭുതങ്ങൾ നിറഞ്ഞ ബദർ ദിനം. ഈ വിശുദ്ധമായ ദിനത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്മുകൾ നിങ്ങൾ ചൊല്ലിയാൽ അതിൻ്റെ മഹാത്ഭുതം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എന്ത് പ്രയാസം നിങ്ങളിലുണ്ടോ, ഏത് ബുദ്ധിമുട്ടാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, ഈ ഇസ്മ ഒരു തവണ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ പടച്ച റബ്ബ് പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുമെന്നത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളുടെ വാഗ്ദത്തമാണ്. മുജറബായി അവരനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ഏതാണ് ആ ഇസ്മ, എങ്ങനെ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, മനോഹരമായിട്ട് നമുക്ക് പഠിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ റമളാൻ അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക്? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും കരുണക്കടലായ റബ്ബ് സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്. അപ്പോൾ കഴിഞ്ഞൊരു രാത്രി റമളാൻ 17 രാവായിരുന്നു അല്ലേ, ബദറിൻ്റെ രാവായിരുന്നു. ഇന്നിതാ നമ്മൾ ബദർ ദിനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മനോഹരമായ ദിവസം. കഴിഞ്ഞ രാത്രി മുഴുവൻ ഉറങ്ങിയിരുന്നില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദിൽ കിടന്ന് കരയായിരുന്നു എൻ്റെ മുത്തുനബി. പടച്ചവനെ, ഈ ചെറു സംഘത്തെ എങ്ങാനും പടച്ചവനെ ഇവിടെ നിന്ന് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഈ ഭൂമുഖത്ത് ആരും ഉണ്ടാവില്ല. യാ ഹയ്യു യാ ഖയ്യൂം മനസ്സറിഞ്ഞ് വിളിച്ചു അള്ളാൻ്റെ ഹബീബിൻ്റെ വിളിക്കുത്തരമെന്നോണം ഈ പ്രഭാതത്തിൽ മനോഹരമായ ബദറിൻ്റെ വിജയക്കൊടി പാറിച്ച സുന്ദരമായ വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ബദരീങ്ങളുടെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ആ വിജയത്തിന് നിദാനമായത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബദരീങ്ങളുടെ വിജയത്തിൻ്റെ കാരണം എന്താ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, അവർ വലിയ ആയോധന കലയിൽ പ്രാവീണ്യം നേടിയ ആളുകളൊന്നുമല്ല. അവർ 2 കാര്യങ്ങളിൽ മനസ്സുറപ്പിച്ചവരാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത്. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് പറഞ്ഞത്, നബിയെ അറബിക്കടലിലേക്ക് അങ്ങ് ചാടാൻ പറഞ്ഞാലും ഈ സെക്കൻഡിൽ ഞങ്ങൾ ചാടും യാ റസൂലല്ലാഹ്. എത്ര ചരിത്രങ്ങളല്ലേ. ഒരു ചരിത്രം പറയട്ടെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അല്ലേ. ഒരുപാട് പാട്ടുകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് മനോഹരമായൊരു ചരിത്രം അല്ലേ. മഹാനായ സവാദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം അല്പം ഞാനൊന്ന് പാടിത്തരാം, നിങ്ങൾ കേട്ടു നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബദറിൻ രണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സഹാബത്തും പടക്കോരുങ്ങി, നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി, ദൂതർ തിരുകൈയിൽ ഇരിക്കും ദണ്ഡായി, പതിയെ സവാദിന്റെ വയറ്റിൽ തട്ടി, ഒരുമിച്ചുടൻ നിൽക്കാൻ അമർ ഓതുന്നേ, ഉടനെ സവാദൽപ്പം ചൊടിച്ച് നിന്നേ, നബിയെ വിളിച്ചും കൊണ്ടതാ ചൊല്ലുന്നേ, നേശർ എനൈ സങ്കടവും കേൾക്കുന്നേ, ദണ്ഡാലിതാ അങ്ങൻ വയറ്റിൽ കുത്തി, ഉണ്ടായതിനാലൻ മനസ്സും കത്തി, വേണം എനിക്കും ആ നെഞ്ചിൻ താഴത്ത്, വടിയാൽ തര വേണം ഒരൊറ്റ കുത്ത്, ഉടനെ നബിയുള്ള മുഖം കൂനിച്ചേ, വടിയും സവാദിന്റെ കരത്തിൽ വെച്ചേ, വീണ്ടും സവാദപ്പോൾ മൊഴിഞ്ഞ കാര്യം വിളറി അടുത്തുള്ളോർ ശ്രവിച്ചു പാരം, ഇല്ല എന്നെ ദേഹത്തൊരു കുപ്പായം,
അങ്ങും കയറ്റണം തിരുകുപ്പായം. കേട്ട സ്വഹാബാക്കൾ തരിച്ചു നിന്നേ. കേമൻ ഉമറിന്റെ മുഖം ചുവന്നേ. സതതം നബിയുള്ള ഖമീസ് കെട്ടി. സകലർ അത് കണ്ട് ചുളിച്ച് നെറ്റി. കരമിലെ വടിയപ്പോൾ നിലത്തെറിഞ്ഞ്. ഇരു കൺകുടങ്ങളിൽ ജലം നിറഞ്ഞ്. ധൃതിയിൽ തിരുനെഞ്ചിൽ മുഖവും ചേർത്ത്. കൊതിയാൽ മണത്ത് ശേഷമില്ലുരത്ത്. ബദറിൽ ഒരു പക്ഷേ ഷഹീദാം ഞാനേ. കൊതിയുണ്ടുമൈ ദേഹം മണക്കാൻ തേനേ. അപരാധമാണെങ്കിൽ പൊറുക്കുമുത്തേ. അതിനാലുടൻ ശിക്ഷ വിധിക്കൂ സത്തേ. ഒളിവർ നബിയുള്ള കരം ഉയർത്തി. ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി. ഒളിവർ നബിയുള്ള കരം ഉയർത്തി. ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി. ഒളിവർ നബിയുള്ള കരം ഉയർത്തി. ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി. ബദറിൻ രണാങ്കണ ധ്വനി മുഴങ്ങി. നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി. അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. എപ്പോഴും പാടുമ്പോൾ അത് കരയാതെ പാടി തീർക്കാൻ പറ്റില്ല, കണ്ണ് നിറയും. ഇപ്പം ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെ മനോഹരമായിട്ടൊന്നും പാടാൻ പറ്റിയിട്ടില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ശബ്ദം ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അടഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവൊക്കെ ശിഫ തരട്ടെ. എന്താ സംഭവം? ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് സ്വഹാബത്ത് പോകുമ്പോൾ ഇങ്ങനെ സഫ് റെഡിയാക്കി നിർത്തുക. അപ്പോഴാണ് സവാദ് റളിയല്ലാഹുവിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ അല്പം തെറ്റി നിൽപ്പുണ്ട്. ഇപ്പം കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ വടി കൊണ്ട് സവാദിൻ്റെ വയറ്റിൽ പതിയൊന്ന് കുത്തിയിട്ട് സവാദെ സഫ് ക്ലിയറാക്കി നിൽക്കുമെന്ന് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എനിക്കൊരു പരാതിയുണ്ട്. എന്താണ് പരാതി? അങ്ങ് സഫ് ക്ലിയറാക്കിയപ്പോൾ എൻ്റെ വയറ്റിൽ കുത്തി. എനിക്കങ്ങയോട് പ്രതികാരം ചെയ്യണം നബിയെ. സ്വഹാബത്തൊക്കെ ഞെട്ടിത്തെറിച്ചു പോയി. എന്താണ് സവാദ് പറയുന്നത്? എന്താ സവാദ് പറയുന്നത്? എനിക്ക് അങ്ങയുടെ വയറ്റിൽ കുത്തണം നബിയെ. എന്നെ അങ്ങ് കുത്തിയതുപോലെ എനിക്ക് തിരിച്ചു കുത്തണം. ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് അവൻ്റെ തല ഞാൻ എടുക്കട്ടെ നബിയെ. വേണ്ട ഉമർ, വേണ്ട. അനുവാദം കൊടുക്കുന്നുണ്ട് റസൂലുള്ളാഹി. സവാദ് എന്നെ കുത്തിക്കോളൂ. ആ കയ്യങ്ങ് സവാദിൻ്റെ കയ്യിൽ, ആ വടിയങ്ങ് സവാദിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി, കാരുണ്യത്തിൻ്റെ തിരുദൂതരേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സവാദ് റളിയല്ലാഹു അൻഹു വടി കയ്യിലെടുത്തിട്ട് പറഞ്ഞേ, നബി അതുപോരാ, എന്നങ്ങ് കുത്തുമ്പോൾ എനിക്ക് മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങയുടെ കമീസ് പൊക്കണം നബിയെ. അങ്ങയുടെ കമീസ് പൊക്കണം യാ റസൂലല്ലാഹ്. അവിടുത്തെ തലയൊന്നൽപ്പം താഴ്ന്നത് പോലെ സ്വഹാബത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നബിയെ ഞാൻ അവൻ്റെ തലയെടുക്കട്ടെ. വേണ്ട ഉമർ, വേണ്ട. അവിടുത്തെ കമീസ് ഇങ്ങനെ അല്പം ഒന്ന് പൊക്കി. സുന്ദരമായ അവിടുത്തെ മേനി ഇങ്ങനെ വയറിങ്ങനെ കാണുന്നുണ്ട്. ആ വടിയും പിടിച്ച് ഓടി വരുന്നുണ്ട് സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു. അടുത്ത തറായപ്പോൾ വടിയങ്ങ് വലിച്ചെറിഞ്ഞിട്ട് മുത്തുനബിയെ വാരിപ്പുണർന്ന് ആ വയറിങ്ങനെ ചുംബിക്കുന്ന സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു.
എന്താണ് സവാദ് ഇത്? എന്താണ് സവാദ് ഇത്? നബിയെ, ഇവിടെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി പോലുള്ള വലിയ വലിയ നേതാക്കളെല്ലാം മുമ്പിലുള്ളപ്പോൾ ഈ സവാദിൻ്റെ വല്ലാത്ത കൊതിയാണ് നബിയെ. അങ്ങയെ ഒന്ന് സ്പർശിക്കണം, അങ്ങയൊന്ന് തൊടണം എന്നുള്ളതിൻ്റെ ഭയങ്കര കൊതിയാണ് നബിയെ. ഞാനിന്ന് ബദറിലേക്ക് പോകുമ്പോൾ ഞാനെങ്ങാനും ഷഹീദായാൽ പിന്നെ എനിക്ക് ആഗ്രഹം നടക്കാതെ പോവുമല്ലോ യാ റസൂലല്ലാഹ്. അങ്ങയുടെ ശരീരം ഒന്ന് തൊടാനുള്ള കൊതി കൊണ്ടാണ് നബിയെ. ഹബീബായ തങ്ങൾ വാരിപ്പുണർന്ന് ചേർത്ത് പിടിക്കാണ് സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു. എന്തൊരു സ്നേഹമാണ് സ്വഹാബത്തിന്. ഇതല്ലേ ചില ആളുകൾ പറയുന്നത് നബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നത്തങ്ങ് പിൻപറ്റൽ മാത്രമാണെന്ന്. ആരാടോ, ഏത് ദീനാണത്? അതൊക്കെ നിങ്ങളുടെ മതം, അള്ളാൻ്റെ മതം അങ്ങനെയല്ല. സ്നേഹിക്കണം, സ്നേഹത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. പ്രണയിക്കണം മുഹമ്മദ് മുസ്തഫയെ, അവിടുത്തെ ശരീരത്തെ പോലും പ്രണയിച്ച സ്വഹാബ റളിയല്ലാഹു അൻഹു. അതായിരുന്നു ബദറിൻ്റെ വിജയത്തിൻ്റെ പ്രധാന രഹസ്യം. ഹബീബായ തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി തങ്ങൾക്ക് പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞപ്പോഴല്ലേ ഉഹദിൽ സ്വഹാബത്ത് വിരണ്ടോടിയത്. മുത്തുനബിയാണ് അവരുടെ ബലം, മുത്തുനബി ആയിരുന്നു അവരുടെ ബലം. നമ്മുടെയും ബലമാകണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ പോലും മനസ്സിൽ വല്ലാത്തൊരു കുളിർമ, അവിടുത്തെ മൗലിദ് ചൊല്ലുമ്പോൾ അവിടുത്തെ മദഹിനോട് വല്ലാത്തൊരു പ്രണയം. ആ പ്രണയമില്ലേ? റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്നേഹം തോന്നുന്നില്ലേ? ഒരു അഭിനിവേശം നിങ്ങളിൽ ഉണ്ടാകുന്നില്ലേ? നിങ്ങളുടെ മനസ്സിൽ ഈമാനിൻ്റെ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പുത്തനവാദത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഈമാൻ കുറഞ്ഞു 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 പോവുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ബദരീങ്ങൾ ജയിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവിലുള്ള ചഞ്ചലമായ വിശ്വാസം, അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ പ്രണയം. ആ പ്രണയത്തിന് ഒരിക്കലും നമുക്കൊരു നിർവചനം എഴുതാൻ പറ്റാത്ത വണ്ണം അത്ര പ്രേമിച്ച് മുത്തുനബിയെ. അൽഹംദുലില്ലാഹ്, അങ്ങനെ ബദറിൻ്റെ വിജയം കാണുകയാണ്. വളരെ കുറച്ച് ആളുകൾ അതിൻ്റെ രണ്ടിരട്ടി വരുന്ന സർവായുധ വിഭൂഷിതരായി നിൽക്കുന്ന ആ വലിയ സൈന്യത്തോട് ജയിച്ചു കയറി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം അവിടെ ഉണ്ടായിട്ടുണ്ട്. മാലാഖമാരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ആ ബദരീങ്ങൾ, അവരുടെ റേഞ്ച് എത്രയാ? അതൊരു വേറെ റേഞ്ച് തന്നെയാ. അതൊരു വല്ലാത്ത റേഞ്ച് തന്നെയാന്നേ. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലപ്പുറം അല്ലേ? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹാന്മാർ അത് ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെ മുൻനിർത്തി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ഇസ്മുകൾ ഒരു തവണ ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് പ്രയാസം ഉണ്ട് അത് പടച്ചോൻ്റെ മുമ്പിലേക്ക് വെച്ചു, അള്ളാഹു അത് മാറ്റിത്തരും. മഹാനായ ഇമാം ബർസഞ്ചിയെ പോലെ ഒരുപാട് മഹാരഥന്മാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് മുൻപിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. അസുഖബാധിതരായ ആളുകൾ, മഹാന്മാർ പറയാണ്, ഖാല ബഅ്ദുൽ ആരിഫീങ്ങളിൽപ്പെട്ട മഹാന്മാർ പറയുന്നത് കാണാം, മാരകമായ രോഗങ്ങൾക്ക് നിങ്ങൾ അടിമകളാണെങ്കിൽ പോലും അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് ആ രോഗം പടച്ചവനിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. അള്ളാഹിനോട് പറയേ, അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് പറഞ്ഞോളൂ, അള്ളാഹു മാറ്റിത്തരും. ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ ആ രോഗിയുടെ തലയിൽ കൈവച്ചിട്ട് അസ്മാഉൽ ബദർ ചൊല്ലിയിട്ട് ദ്വാരക്ക് ആ രോഗം ശിഫയാകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. എന്തിനേറെ മഹാന്മാർ പറയുന്നുണ്ട്, അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ റോമിൽ ജയിലിലായപ്പോൾ മോചിപ്പിക്കാനായിട്ട് പൈസ ഇല്ല. ആ സമയത്ത് അവരൊരു കത്ത് കൊടുത്തു വിടുകയാണ്. ആ കത്തിലുണ്ടായിരുന്നത് ബദരീങ്ങളുടെ നാമമാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അധികം വൈകാതെ ആ മനുഷ്യനെ ആ നാട്ടുകാർ തന്നെ, ആ രാജാവ് തന്നെ മോചിപ്പിക്കാൻ. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ചോദിക്കുമ്പോൾ ആ കത്തിലുണ്ടായിരുന്ന അസ്മാഉൽ ബദർ ഞാൻ ദിനേന ചൊല്ലി അത് തവസ്സുലാക്കി അള്ളാഹിനോട് ദുആ ചെയ്തപ്പോൾ എനിക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ മറഞ്ഞ മാർഗത്തിലൂടെ സഹായം തന്നു എന്നാണ്. ദിനേനെ 2 നേരം ചൊല്ലണം എന്നാണ്. രാവിലെയും വൈകുന്നേരവും ഒരു മനുഷ്യൻ അസ്മാഉൽ ബദർ പതിവാക്കുന്നുണ്ടെങ്കിൽ അവനത് മതി. എല്ലാ കാര്യങ്ങളിൽ നിന്നും അവന് രക്ഷ നേടാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ മഹത്തുക്കൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ അസ്മാഉൽ ബദർ എഴുതി സൂക്ഷിച്ചാൽ, എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കൊണ്ടെന്നാലല്ല, അതിനും ബർക്കത്തുണ്ടില്ല എന്നല്ല, പക്ഷേ ഈ ഒരു ഫലം കിട്ടണമെങ്കിൽ എഴുതുക. വുളുവോടെ ബിസ്മി ചൊല്ലി ഖിബിലക്ക് അഭിമുഖമായിരുന്ന് ഓരോ പേരുകളും ഈ നെയ്യത്തുറപ്പിച്ചെഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിലോ വാഹനത്തിലോ പേഴ്സിലോ ഏറ്റവും നല്ല വീട്ടിലിങ്ങനെ സൂക്ഷിച്ചു വെക്കാം. വാഹനത്തിലേക്കാണെങ്കിൽ പിന്നെയും നല്ലത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും കൂടുതൽ സമയം ഉണ്ടാകും നമ്മുടെ വീട്ടിലാണല്ലോ. ആ വീട് അസൂയാലുക്കളിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണേറുകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, പൈശാചികതകളിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാവലാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബദർ മൗലൂദിൽ ചൊല്ലുന്നൊരു സംഭവം കാണാമല്ലോ. ഒരു മനുഷ്യൻ ബദരീങ്ങളുടെ പേരൊരു വീട്ടിൽ എഴുതി വെച്ചിട്ട് നാട് വിട്ടുപോയതാണ്, ഒരു സ്ഥലത്തേക്ക് പോയതാണ്.
അങ്ങനെ ആ രാത്രി സമയത്ത് ആ വീട്ടിലെ കള്ളൻ കയറുമ്പോൾ വീടിനകത്ത് നിന്ന് ഭയങ്കര യുദ്ധം ചെയ്യുന്ന വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം. കള്ളന്മാർ പേടിച്ച് ഓടിപ്പോകുന്നുണ്ട്. പിന്നീട് ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ, ബദർ മൗലിദിൽ പറയുന്ന സംഭവം, ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഇന്ന സൗണ്ടൊക്കെ കേട്ടല്ലോ, ഞാനിങ്ങനെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്ന സൗണ്ടൊക്കെ കേട്ടല്ലോ, നിങ്ങൾ എന്താണ് ചെയ്തത്? ഒന്നുമില്ല, ഞാൻ അസ്മാഉൽ ബദർ എഴുതി വെച്ചിരുന്നു എന്നാണ്. യാ അല്ലാഹ്, എഴുതി ഹൃദ്യമായി വുളുവോടെ നിയ്യത്തനുസരിച്ച് എഴുതി നോക്കൂ, അതിന് ഫലമുണ്ടാകും എന്നുള്ളതാണ്. ശ്രമിച്ചു നോക്ക്. ഇനി എഴുതാനൊന്നും പറ്റിയില്ല, ചൊല്ലിക്കോ. രാവിലെയും വൈകുന്നേരവും നമ്മളെ കൊണ്ട് കഴിയണതുപോലെ ഇഖ്ലാസോടെ ഹൃദ്യമായി നമുക്കൊന്ന് ചൊല്ലാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, മനോഹരമായി ഇന്നത്തെ ഈ ദിവസം ഒരു തവണയെങ്കിലും അസ്മാഉൽ ബദർ ചൊല്ലണം. നമുക്കൊന്ന് ചൊല്ലാമല്ലോ അല്ലേ? ഇന്നത്തെ സബാഹുൽ ഖൈർ അസ്മാഉൽ ബദറിന് വേണ്ടിയാകട്ടെ അല്ലേ? എന്തെല്ലാം പ്രയാസങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്. എന്ത് പ്രയാസമുണ്ടോ? അസ്മാഉൽ ബദർ മുൻനിർത്തി നിങ്ങൾ ചോദിച്ചാൽ ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നമ്മൾ പതിവായി ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ബദറിലേക്ക് പോകുമ്പോൾ മദീനയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട സ്വഹാബി ആരാണ്? ബദറിന് പോകുമ്പോൾ എല്ലാവരും ബദറിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ നിസ്കാരം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വേണ്ടേ? വയ്യാത്ത ആളുകളൊക്കെ നാട്ടിലുണ്ട്, ബദറിന് പോകാൻ പറ്റാത്ത ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇമാമത്ത് നിൽക്കാൻ ഒരാൾ വേണം അല്ലേ? അപ്പോൾ ഒരാളെ നിശ്ചയിച്ചു കൊടുത്തു. അതാരാണത്? കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. സമ്മാനത്തിന് അർഹരാവുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ അസ്മാഉൽ ബദർ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു തവണ നമുക്ക് ചൊല്ലിയാലോ? എന്നോടൊപ്പം സ്ക്രീനിൽ നോക്കി ഹൃദ്യമായിട്ട് അസ്മാഉൽ ബദർ ചൊല്ലുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അസ്മാഉൽ ബദറിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك وأتوسل إليك بسيدنا ومولانا محمد صلى الله عليه وسلم وبسيدنا أبي بكر رضي الله عنه وبسيدنا عمر رضي الله عنه وبسيدنا عثمان رضي الله عنه وبسيدنا علي رضي الله عنه وبسيدنا طلحة رضي الله عنه وبسيدنا الزبير رضي الله عنه وبسيدنا عبد الرحمن رضي الله عنه وبسيدنا سعد رضي الله عنه وبسيدنا سعيد رضي الله عنه وبسيدنا أبي عبيدة رضي الله عنه سيدنا أبي رضي الله عنه وبسيدنا أخنس رضي الله عنه وبسيدنا أرقم رضي الله عنه وبسيدنا أسعد رضي الله عنه وبسيدنا أنس رضي الله عنه وبسيدنا أنسة رضي الله عنه وبسيدنا أنيس رضي الله عنه وبسيدنا أوس رضي الله عنه وبسيدنا أوس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا إياس رضي الله عنه وبسيدنا بجير رضي الله عنه وبسيدنا بحاث رضي الله عنه وبسيدنا براء رضي الله عنه وبسيدنا بسبسة رضي الله عنه وبسيدنا بشر رضي الله عنه وبسيدنا بشير رضي الله عنه وبسيدنا بلال رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا تميم رضي الله عنه وبسيدنا ثابت 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 رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثعلبة رضي الله عنه وبسيدنا ثقف رضي الله عنه وبسيدنا جابر رضي الله عنه وبسيدنا جابر رضي الله عنه وبسيدنا جبار رضي الله عنه وبسيدنا جبر رضي الله عنه سيدنا جبير رضي الله عنه وبسيدنا حمزة
حمزة رضي الله عنه وبسيدنا حمزة رضي الله عنه وبسيدنا حارث 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 رضي الله عنه وبسيدنا حارثة رضي الله عنه وبسيدنا حارثة رضي الله عنه وبسيدنا حاطب رضي الله عنه وبسيدنا حاطب رضي الله عنه وبسيدنا حباب رضي الله عنه وبسيدنا حبيب رضي الله عنه وبسيدنا حرام رضي الله عنه وبسيدنا حريث رضي الله عنه وبسيدنا حسين رضي الله عنه وبسيدنا خارجة رضي الله عنه وبسيدنا خالد رضي الله عنه وبسيدنا خالد رضي الله عنه وبسيدنا خباب رضي الله عنه وبسيدنا خباب رضي الله عنه وبسيدنا خبيب رضي الله عنه وبسيدنا خداش رضي الله عنه وبسيدنا خراش رضي الله عنه وبسيدنا خريم رضي الله عنه وبسيدنا خلاد 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 رضي الله عنه وبسيدنا خليد رضي الله عنه وبسيدنا خليفة رضي الله عنه وبسيدنا خنيس رضي الله عنه وبسيدنا خوات رضي الله عنه وبسيدنا خولي رضي الله عنه وبسيدنا ذكوان رضي الله عنه وبسيدنا ذي الشمالين رضي الله عنه وبسيدنا راشد رضي الله عنه وبسيدنا رافع 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 رضي الله عنه وبسيدنا ربعي رضي الله عنه وبسيدنا ربيع رضي الله عنه وبسيدنا ربيعة رضي الله عنه وبسيدنا رخيلة رضي الله عنه وبسيدنا رفاعة 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 رضي الله عنه وبسيدنا زياد رضي الله عنه وبسيدنا زياد رضي الله عنه وبسيدنا زياد رضي الله عنه وبسيدنا زيد 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 رضي الله عنه وبسيدنا سالم رضي الله عنه وبسيدنا سالم رضي الله عنه وبسيدنا سائب رضي الله عنه وبسيدنا سبرة رضي الله عنه وبسيدنا سراقة رضي الله عنه وبسيدنا سراقة رضي الله عنه وبسيدنا سعد 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 رضي الله عنه وبسيدنا سفيان رضي الله عنه وبسيدنا سلمة رضي الله عنه وبسيدنا سلمة رضي الله عنه وبسيدنا سلمة رضي الله عنه وبسيدنا صليت رضي الله عنه وسيدنا سليم رضي الله عنه سيدنا سليم رضي الله عنه بسيدنا سليم رضي الله عنه وبسيدنا سليم رضي الله عنه وبسيدنا سماك رضي الله عنه وبسيدنا سنان رضي الله عنه وبسيدنا سنان رضي الله عنه وبسيدنا سهل رضي الله عنه وبسيدنا سهل رضي الله عنه وبسيدنا سهل رضي الله عنه وبسيدنا سهيل رضي الله عنه وبسيدنا سهيل رضي الله عنه وبسيدنا سباد رضي الله عنه سيدنا سباد رضي الله عنه وبسيدنا سويبة رضي الله عنه وبسيدنا شجاع رضي الله عنه وبسيدنا شريك رضي الله عنه وبسيدنا شماس رضي الله عنه وبسيدنا صبيه رضي الله عنه وبسيدنا صفوان رضي الله عنه وبسيدنا صهيب رضي الله عنه وبسيدنا صيفي رضي الله عنه سيدنا ضحاك رضي الله عنه وبسيدنا ضحاك رضي الله عنه وبسيدنا ضمرة رضي الله عنه وبسيدنا طفيل 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 رضي الله عنه وبسيدنا ظهير رضي الله عنه وبسيدنا عاصم رضي الله عنه وبسيدنا عاصم رضي الله
عنه وبسيدنا عاصم رضي الله عنه وبسيدنا عاصم رضي الله عنه وبسيدنا عاقل رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه وبسيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه سيدنا عامر رضي الله عنه وبسيدنا عائد رضي الله عنه سيدنا عباد رضي الله عنه وبسيدنا عباد رضي الله عنه وبسيدنا عبادة رضي الله عنه وبسيدنا عبد الله 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 رضي الله عنه سيدنا عبد الله رضي الله عنه وبسيدنا 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 عبد ربه رضي الله عنه وبسيدنا عبد الرحمن رضي الله عنه وسيدنا عبدة رضي الله عنه سيدنا عبس رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبيد رضي الله عنه سيدنا عبيد رضي الله عنه وبسيدنا عبيد رضي الله عنه وبسيدنا عبيدة رضي الله عنه وبسيدنا عتبان رضي الله عنه وبسيدنا عتبة رضي الله عنه وبسيدنا عتبة رضي الله عنه وبسيدنا عتبة رضي الله عنه وبسيدنا عثمان رضي الله عنه وبسيدنا عجلان رضي الله عنه وبسيدنا عدي رضي الله عنه وبسيدنا عصمة رضي الله عنه وبسيدنا عصيمة رضي الله عنه وبسيدنا عطية رضي الله عنه وبسيدنا عقبة 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 رضي الله عنه وبسيدنا عكاشة رضي الله عنه وبسيدنا عمار رضي الله عنه وبسيدنا عمار رضي الله عنه وبسيدنا عمارة رضي الله عنه وبسيدنا عمارة رضي الله عنه وبسيدنا عمرو 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 رضي الله عنه سيدنا 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 عمرو رضي الله عنه وبسيدنا عمرو رضي الله عنه سيدنا عمر رضي الله عنه سيدنا عمر رضي الله عنه وبسيدنا عوف رضي الله عنه سيدنا عبيم رضي الله عنه وبسيدنا عياض رضي الله عنه وبسيدنا غنام رضي الله عنه وبسيدنا فاكه رضي الله عنه سيدنا فروة رضي الله عنه وبسيدنا قتادة رضي الله عنه وبسيدنا قدامة رضي الله عنه سيدنا قطبة رضي الله عنه وبسيدنا قيس رضي الله عنه سيدنا قيس رضي الله عنه وبسيدنا قيس رضي الله عنه وبسيدنا كعب رضي الله عنه وبسيدنا كعب رضي الله عنه وبسيدنا لبدة رضي الله عنه وبسيدنا مالك 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 رضي الله عنه وبسيدنا مبشر رضي الله عنه وبسيدنا مدثر رضي الله عنه وسيدنا محرر رضي الله عنه وبسيدنا محيرز رضي الله عنه وبسيدنا محمد رضي الله عنه وبسيدنا مدلاج رضي الله عنه وبسيدنا مرثد رضي الله عنه وبسيدنا مصطح رضي الله عنه وبسيدنا مسعود 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 رضي الله عنه وسيدنا مسعود رضي الله عنه وبسيدنا مسعود رضي الله عنه وبسيدنا مصعب رضي الله عنه وبسيدنا معاذ 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 رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا معتب رضي الله عنه وبسيدنا معتب رضي الله
عنه وبسيدنا معتب رضي الله عنه وبسيدنا معقل رضي الله عنه وبسيدنا معمر رضي الله عنه وبسيدنا معين رضي الله عنه وبسيدنا معين رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا معبد رضي الله عنه وبسيدنا مقداد رضي الله عنه وبسيدنا مرير رضي الله عنه وبسيدنا منذر رضي الله عنه سيدنا منذر رضي الله عنه وبسيدنا منذر رضي الله عنه وبسيدنا مهجع رضي الله عنه وبسيدنا النضر رضي الله عنه وسيدنا نعمان رضي الله عنه وبسيدنا 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 نعمان رضي الله عنه سيدنا نعيمان رضي الله عنه وبسيدنا نوفل رضي الله عنه سيدنا واقد رضي الله عنه سيدنا بدقة رضي الله عنه سيدنا وديعة رضي الله عنه سيدنا وهب رضي الله عنه سيدنا وهب رضي الله عنه سيدنا هانئ رضي الله عنه سيدنا هبيل رضي الله عنه سيدنا هلال رضي الله عنه سيدنا يزيد 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 رضي الله عنه وبسيدنا يزيد رضي الله عنه سيدنا يزيد رضي الله عنه وبسيدنا أبي الأعور رضي الله عنه سيدنا أبي أيوب رضي الله عنه وبسيدنا أبي حبة رضي الله عنه سيدنا أبي حبيب رضي الله عنه وبسيدنا أبي حذيفة رضي الله عنه وبسيدنا أبي حسن رضي الله عنه وبسيدنا أبي حنة رضي الله عنه وبسيدنا أبي خارجة رضي الله عنه وبسيدنا أبي خزيمة رضي الله عنه وبسيدنا أبي خلاد رضي الله عنه وبسيدنا أبي داود رضي الله عنه وبسيدنا أبي دجانة رضي الله عنه وبسيدنا أبي صبرة رضي الله عنه وبسيدنا أبي سلمة رضي الله عنه وبسيدنا أبي صليت رضي الله عنه وبسيدنا أبي سنان رضي الله عنه وبسيدنا أبي شيخ رضي الله عنه وبسيدنا أبي سرمة رضي الله عنه وبسيدنا أبي الضياح رضي الله عنه وبسيدنا أبي طلحة رضي الله عنه وبسيدنا أبي عبس رضي الله عنه وبسيدنا أبي عقيل رضي الله عنه وبسيدنا أبي قتادة رضي الله عنه وبسيدنا أبي قيس رضي الله عنه وبسيدنا أبي كبشة رضي الله عنه وبسيدنا أبي لبابة رضي الله عنه وبسيدنا أبي مرثد رضي الله عنه وبسيدنا أبي مسعود رضي الله عنه وبسيدنا أبي مليل رضي الله عنه وبسيدنا أبي الهيثم رضي الله عنه وبسيدنا أبي مخشي رضي الله عنه وبسيدنا أبي اليسر رضي الله عنهم ونفعنا بهم في الدارين والحمد لله رب العالمين. കരുണക്കടലായ റബ്ബ് അസ്മാഉൽ ബദർ നാം ചൊല്ലിയത് കബൂൽ ചെയ്യട്ടെ. എന്ത് ലക്ഷ്യം വെച്ച് നിങ്ങൾ അസ്മാഉൽ ബദർ ഓതിയാലും നടക്കുന്നാണ്. പല സഹോദരിമാരും പറയുന്നുണ്ട്, ഉസ്താദെ ഗർഭിണിയാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭിണികൾ എത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ അസ്മാഉൽ ബദർ മുൻനിർത്തി നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുക, തവസ്സുലാക്കി ദുആ ചെയ്തു അസ്മാഉൽ ബദർ നിരന്തരം ഓദിക്കോ. ആ കോംപ്ലിക്കേഷൻസ് ഒക്കെ അള്ളാഹു മാറ്റിത്തരും. ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് മാറ്റിത്തരും, ഉറപ്പാണ്. മുജറബായി ഒരുപാട് പേര് അനുഭവിച്ചതാണ് അല്ലേ. ഇന്ന കസീറൻ മിനൽ ഔലിയാഇ ലം തഹ്സുൽ ലഹുൽ വിലായ ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം വതവസ്സുൽ ബിഹിം. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ഔലിയാക്കൾക്ക് വിലായത്ത് കിട്ടിയത് അവരൊക്കെ വലിയായത് ബദരീങ്ങളെ തവസ്സുലാക്കിയതായിരുന്നിട്ടാണ്. നമുക്കും തവസ്സുലാക്കാം അല്ലേ. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങളും ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയ്യത്തുകൾ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അസ്മാഉൽ ബദർ പാരായണം ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. മനസ്സമാധാനം നൽകണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പാപമോചനം നീ നൽകണേ അല്ലാഹ്. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഇണകളും സന്താനങ്ങളും നിസ്കരിക്കുന്നവരായി കൺകുളിർമയുള്ളവരായി കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. എക്സാമുകൾ എഴുതാനിരിക്കുന്നവർ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേ
അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കൾക്ക് ഇണകൾക്ക് അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ നീ നൽകണേ അല്ലാ. എത്രയെത്ര രോഗികളാണ് മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അസ്മാഉൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, മരണപ്പെട്ട പലർക്കും വേണ്ടി പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട പല ആളുകളും നേരിട്ട് വിളിച്ചറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഇന്ന് പിതാവിന്റെ ആണ്ടിന്റെ ദിവസമാണെന്ന് പറഞ്ഞവർ, അതുപോലെ മരുമകൾ മരണപ്പെട്ടു പോയി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ, അങ്ങനെ തുടങ്ങി ധാരാളം വസിയ്യത്തുകൾ. ഉമ്മ മരണപ്പെട്ടവർ, ബാപ്പ മരണപ്പെട്ടവർ, മക്കൾ മരണപ്പെട്ടവർ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഖബറുകളിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിൽ സൗഖ്യം നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പ്രത്യേകിച്ച് പ്രവാസി സഹോദരങ്ങൾക്ക് നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ എല്ലാ സിഹറും കണ്ണേറുകളും ബാത്തിലാക്കണേ അല്ലാ. റഹ്മുർ റഹീമായ കരുണാവാരിധിയായ തമ്പുരാനെ, ആ ബദരീങ്ങൾ സ്നേഹിച്ചതുപോലെ അതിന്റെ ഒരു അടുത്തു പോലും ഞങ്ങൾക്ക് എത്താൻ കഴിയില്ലെങ്കിലും കൊതിയുണ്ട് റബ്ബേ നിന്റെ ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കാൻ. ഖൽബ് നിറയെ അഷ്റഫുൽ ഖൽഖിനോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്നതിന് മുൻപ് പലയാവർത്തി ആ പുണ്യഭൂമിയിൽ ചെന്നണയാൻ അവിടുത്തെ പച്ചക്കുബ്ബ കണ്ട് ആയിരക്കണക്കിന് സലാമുകൾ വർഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ, അസ്മാഉൽ ബദർ കൊണ്ട് എന്താണോ ഞങ്ങൾ ലക്ഷ്യം വെച്ചതാ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ വസിയ്യത്തുകളെല്ലാം നീ അറിയുന്നവനല്ലേ അല്ലാ. എല്ലാ വസിയ്യത്തുകളും നീ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ, റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. അവരുടെ ഹദിയകൾ നീ കബൂൽ ചെയ്യണേ അല്ലാ. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും ദാരിദ്ര്യമുക്തമായ റാഹത്തായ ജീവിതം നൽകണേ അല്ലാ. റിസ്ഖിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. നാളെ മഹാന്മാരായ ബദരീങ്ങളോടൊപ്പം അവരുടെ എല്ലാം നേതാവായ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിക്കാൻ പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തർക്കും നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.